നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ജനഹിതത്തിൽ ഒരു HM ആണ്, ഹെഡ് മിസ്ട്രസ് ആണ്, നമ്മുടെ അവർ ലേഡീസ് കോൺവെൻറ്റ് തോപ്പുംപടി. ഈ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. അപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. ധാരാളം കുട്ടികളാണ് ഇവിടുന്ന് മികച്ച വിജയം നേടി പോയിട്ടുള്ളത്. അപ്പോൾ ടീച്ചറെ നമസ്കാരം. ഇപ്പോൾ പുതിയ സർക്കാർ വരികയാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെയാണ് അവർ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? പ്രധാനമായിട്ട് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതായത് കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം. ഇന്ന് കുട്ടികളാരും സുരക്ഷിതരല്ല. ഒരു ഓട്ടോയിൽ പോലും സഞ്ചരിച്ചാൽ പോലും അവർക്ക് കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാരൻസും ഓൾറെഡി ഭയങ്കരമായിട്ട് ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന പാരൻസ് അവരെങ്ങനെ ഇട്ടിട്ട് പോകും, അവരെങ്ങനെ തിരിച്ചു വരും, അങ്ങനെ ഒരുപാട് ആദികളിലൂടെയും വ്യാധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊന്നും മാറ്റണം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനും അതുപോലെ അവരുടെ കാര്യങ്ങൾ നടത്താനുമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് ഒരുക്കി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പറയാം, വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് ധാരാളം സർക്കാർ വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളൊരു പരാതി പരക്കെയുണ്ട്. എയ്ഡഡ് സ്കൂളുകൾക്ക് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അത് ലഭിക്കുന്നില്ല. എന്തൊക്കെയാണ് പോരായ്മകൾ? പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം ഒരു മിക്ക എയ്ഡ് കിട്ടുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കാണ്. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം സർക്കാരിൻ്റെ ഒരു പിന്തുണ കൂടി ലഭിച്ചാൽ വളരെ നന്നായിരിക്കും. മറ്റ് പൊതു ആവശ്യങ്ങൾക്കൊക്കെ പുറത്തുനിന്നാണ് പണം നടത്തുന്നത് അല്ലേ? വലിയ വലിയ ബിസിനസ്സുകാരിൽ നിന്നും അങ്ങനെ അവരോടൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തൊക്കെയാണ് ഈ സർക്കാരിനോട് ചോദിക്കാനുള്ളത്? എന്തൊക്കെ വേണം? നമുക്ക് കംഫർട്ടബിളായിട്ട് ടീച്ചേഴ്സിന് റിലാക്സിങ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്ലാസ് റൂം സെറ്റപ്പ് സൗകര്യം ഒരുക്കണം. ഇപ്പോൾ ടീച്ചേഴ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കടന്നുകൂടുന്നത്. അപ്പോൾ പഠനത്തിന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ അനധ്യാപകർ ഒത്തിരി പേരുണ്ട്. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവരൊക്കെ ഇപ്പോൾ ഉച്ചക്കഞ്ഞി വയ്ക്കുക, അങ്ങനെ പിള്ളേർക്ക് കൂടുക, അവർക്ക് അതൊക്കെ വേണ്ട സാധനങ്ങൾ ലഭിക്കുന്നുണ്ടോ കറക്റ്റായിട്ട്? അവർക്ക് വേണ്ട വേതനം തുച്ഛമാണ്, അത് വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വേതനം കുറച്ചാണ് എങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ച് വൈകിയാണെങ്കിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാ ആവശ്യങ്ങളും കുറച്ചുകൂടി കാരണം ജീവിത സാഹചര്യങ്ങളെല്ലാം ഓരോ ദിവസവും കഴിയുന്തോറും ചിലവ് വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ച് അവരും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വേതനമൊക്കെ വർദ്ധിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, സർക്കാർ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫീസൊക്കെ അവർ കുറച്ച് കൊടുക്കുന്നുണ്ട്. മറ്റ് വലിയ സ്കൂളുകളാകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നല്ല വലിയ വീട്ടിലെ കുട്ടികളായിരിക്കും ഇവിടെ വരിക എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ, ധാരാളം പാവപ്പെട്ട കുട്ടികളില്ലേ? അവർക്ക് എന്തെങ്കിലും സർക്കാർ ചെയ്യണ്ടേ? ഇപ്പോൾ സർക്കാരിൽ നിന്ന് 8ാം ക്ലാസ് വരെ ഫ്രീ ബുക്സ് ലഭിക്കുന്നുണ്ട്, ഫ്രീ യൂണിഫോം ലഭിക്കുന്നുണ്ട്. പിന്നെ 9ത്തിലെയും 10ത്തിലെയും സ്റ്റുഡൻസിനാണ് ലഭിക്കാത്തത്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് യൂണിഫോമും ബുക്സും കൊടുത്താൽ നല്ലതായിരിക്കും. അതൊരു എൻ്റെ ഒരു അഭിപ്രായമാണ്. 10ാം ക്ലാസ് വരെ പരിഗണിച്ചുകൂടെ എന്ന്. കുട്ടികൾ പഠിക്കട്ടെ. അതെ. ഇപ്പോൾ വരുന്ന സർക്കാരിൽ എന്താണ് ഭയങ്കര പ്രതീക്ഷയുണ്ടല്ലോ അല്ലേ? മറ്റ് മേഖലകളിലും വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യ മേഖല നമുക്കറിയാം, എല്ലാവരും വയസ്സായി വരുന്നു. വയോജനങ്ങൾക്കുള്ളത്, യൂത്തുകൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ വലിയവരാക്കി വിടുകയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പോൾ യൂത്തുകൾക്ക് അവരുടെ ഭാവി പുതിയ തലങ്ങളിലേക്ക് പോകണം. അതൊക്കെ എങ്ങനെയാണ് സർക്കാരിന്ന് പ്രതീക്ഷിക്കുന്നത്? അവർക്ക് ഇവിടെ തന്നെ ജോലി ഒരുക്കി കൊടുക്കണ്ടേ? നല്ല നല്ല കുട്ടികൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ലേ? ശരിക്കും അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ഒരു 12th കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് പുറത്തു പോകുന്നത്. നമുക്ക് അവരെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് അവരെ നമുക്ക് ഇവിടെ തന്നെ നിർത്താനുള്ള സജ്ജീകരണം തീർച്ചയായിട്ടും ഒരുക്കണം. എങ്കിലേ നമ്മുടെ കേരളം വികസിക്കുകയുള്ളൂ. നമ്മുടെ കഴിവുകളൊക്കെ മറ്റു രാജ്യങ്ങൾ അതെ 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 അത് നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കണ്ടേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബുദ്ധിയും തീർച്ചയായിട്ടും എല്ലാം സർക്കാർ അതിന് മുൻകൈ എടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ വയസ്സായി വരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആവാൻ ഇനി കുറച്ച് നാളേ ഉള്ളൂ, എന്താണ് ആവശ്യപ്പെടാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് അവർക്ക് ആരോഗ്യ പരിരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് അവരെ കെയർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം. ഒരു വീട്ടിലും ഒരാളും
ആരോഗ്യപരമായ കാര്യങ്ങളാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നതും സുരക്ഷിതരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കണം, അങ്ങനെയായി മാറണം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. അതെ, ഈ പുതിയ എക്സാം വന്നിട്ടുണ്ട്, കേട്ടിട്ട് എക്സാം ആയിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയസ്സായാലും പരീക്ഷ എഴുതിയാലും ഇനി രക്ഷയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. എങ്ങനെ തോന്നുന്നു? ഇനി 2 വർഷമല്ലേ റിട്ടയർഡ് ആവാൻ, എന്ത് തോന്നുന്നു? ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായ ആളാണ്, പക്ഷേ കേട്ടിട്ട് പരീക്ഷ എഴുതിയില്ല. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല HM ആകുമെന്ന്. അതുകൊണ്ട് ഞാൻ ഓർത്ത് 2 വർഷമല്ലേ ഉള്ളൂ, സാരമില്ലെന്നോർത്ത്. പക്ഷേ ഇപ്പോൾ HM ആയപ്പോൾ ഞാനിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഒരു 20-25 ഇയേഴ്സിന് ബാക്കിന് പഠിച്ചതെല്ലാം ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് സുവോളജിയാണ്, പക്ഷേ ബോട്ടണിയും പഠിക്കണം, കാരണം നാച്ചുറൽ സയൻസാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. 2 വർഷമേ ഉള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ പാസ്സായിക്കൊള്ളാം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. പഠിക്കുന്നുണ്ട് എങ്കിലും ഇത് വല്ലാത്തൊരു ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 4 ഇയേഴ്സ് അതുവരെ നമുക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങളും മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. കേട്ടിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഇത് മറ്റുള്ള ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ അവരും പഠിക്കണം. അത് മാറ്റണമെന്ന് ആഗ്രഹം. അതെ, അതായത് ഒരു 5 വർഷത്തിന് ഉള്ള ടീച്ചേഴ്സിനെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ.